അതേപോലെ തന്നെ കെയർ വിസ മേഖലയിൽ വൻതോതിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും ഇത് ഗവൺമെന്റിന് തലവേദന സൃഷ്ടിക്കുമെന്നും ഗവൺമെന്റ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു മേഖലയിലൊക്കെ അഴിച്ചുപണി ആവശ്യമാണ് എന്നതിനെ തുടർന്നാണ് ഈ നിയമങ്ങൾ നിലവിൽ വരുന്നതെന്നും അവർ പറയുകയുണ്ടായി. ഇപ്പോൾ UK ലീഗൽ ആയിട്ടുള്ള കുടിയേറ്റത്തിന് ലീഗൽ മൈഗ്രേഷനൊക്കെ നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ ഏപ്രിൽ നിലവിൽ വരുമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ ILRലൊക്കെ കാതലായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വരും. ഈ 5 വർഷം എന്നുള്ളത് 10 വർഷത്തിലോട്ട് മാറ്റുകയാണ്. അതേപോലെ തന്നെ ഏണ്ട് സെറ്റിൽമെൻ്റ് ഒക്കെ നിലവിൽ വരികയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് തീരുമാനങ്ങൾ ഏപ്രിലോടെ നിലവിൽ വരുമെങ്കിൽ ചില റൂൾസൊക്കെ ഈ ഒരു മാർച്ചിൽ ഈ ഒരു പ്രസ്താവനയോടെ തന്നെ നിലവിൽ വരുമെന്നും അവർ അറിയിക്കുകയുണ്ടായി. ഈ ഒരു പ്രസംഗത്തിൽ ILRനെ കുറിച്ച് അവർ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ നിലവിൽ UK ILR ലഭിക്കണമെന്ന് വെച്ചെങ്കിൽ 5 വർഷം എന്നുള്ളത് 10 വർഷം വേണ്ടി ആക്കാൻ വേണ്ടി പോവുകയാണെന്നും അത് ഡോക്ടർമാർ, നഴ്സുമാർ, ടീച്ചർമാർ തുടങ്ങിയ ചില കാറ്റഗറിക്ക് മാത്രം ഇളവുകൾ ലഭിച്ചേക്കാമെന്നും അവർ ആവർത്തിക്കുകയുണ്ടായി. ഈ ഒരു നിയമം ഏപ്രിൽ തൊട്ടാണ് നിലവിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായതെങ്കിൽ കൂടി അവർ വീണ്ടും അത് ആവർത്തിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തിലും, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ B2 ഒക്കെ വേണമെന്ന് B2 ലെവലൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് ലെവലിലും മാറ്റങ്ങൾ കാതലായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അത് കഴിഞ്ഞ പ്രസ്താവനയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് അതിലുണ്ടായത്. അത് തീർച്ചയായിട്ടും നിലവിൽ വരും എന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്.